നമസ്കാരം. നമ്മൾ ഇന്ന് കോഴിക്കോടുള്ള നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് NSTIയെ കുറിച്ചാണ് ഏറ്റവും വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ തുടങ്ങുന്ന ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിന് നല്ല പ്രാധാന്യം കാണുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. അപ്പോ അതിൽ തന്നെ തുടങ്ങാം, എന്നിട്ട് ഈ സ്ഥാപനത്തെ മൊത്തത്തിലൊന്ന് നോക്കാം. ശരിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ ഡെവലപ്മെന്റ് മന്ത്രാലയം MSDE അതിന്റെ കീഴിലുള്ള DGT ആണ് ശരിക്കും ഈ NSTIകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോടുള്ള പുതിയ AI കോഴ്സും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതെ, രാജ്യത്തെ പല NSTIകളിലും ഇത് തുടങ്ങുന്നുണ്ടല്ലേ. ഒരു വർഷത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ്. ഇത് CTS അതായത് ഒരു ITI ലെവൽ കോഴ്സ് ആണെന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അതെ, മൈക്രോസോഫ്റ്റ് പിന്നെ എഡ്യൂനെറ്റ് ഫൗണ്ടേഷൻ ഇവരുമായി സഹകരിച്ചാണ് ഇത് നടത്തുന്നത് എന്നും കാണുന്നു. ഈ സഹകരണം കുട്ടികൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കണക്കുകൾ പറയുന്നത് 2026 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് ഏകദേശം 1 ദശലക്ഷം അതായത് 10 ലക്ഷം AI പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ടെന്നാണ്. ഓ, അത്രയധികമോ? അതെ. അപ്പോ ഈ കോഴ്സ് അതിലേക്കുള്ളൊരു നല്ല ചവിട്ടുപടിയാണ്. മൈക്രോസോഫ്റ്റിന്റെ ആ ഒരു പങ്കാളിത്തം കാരണം ലേറ്റസ്റ്റ് സിലബസ് കിട്ടും, അവരുടെ എക്സ്പേർട്സിന്റെ മെന്റർഷിപ്പ്, പിന്നെ ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സഹായം, ഇതൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. യോഗ്യത എന്താണ് ഇതിന്? 10ാം ക്ലാസ് പാസ്സായാൽ മതി. പിന്നെ ഇംഗ്ലീഷിൽ ഒരു അടിസ്ഥാന ധാരണ വേണം, അത്രേ ഉള്ളൂ. ആർക്കും അപേക്ഷിക്കാം. മെഷീൻ ലേണിംഗ്, അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, അതായത് ഈ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്നതൊക്കെ, പിന്നെ ജനറേറ്റീവ് AI വരെ അത്യാവശ്യം എല്ലാം കവർ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. 1600 മണിക്കൂറാണ് മൊത്തം ദൈർഘ്യം. അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ജൂലൈ 15 തുടങ്ങി ഓഗസ്റ്റ് 11 തീരും. ക്ലാസുകൾ സെപ്റ്റംബർ 2 തുടങ്ങും. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് AImicrodegree.org ആണ്. അത് നമ്മൾ ഓർക്കണം, AImicrodegree.org. രാജ്യത്തുടനീളം എത്ര സീറ്റ് ഉണ്ട്? ഏകദേശം 450-ൽ പരം സീറ്റുകളുണ്ട്. ഈ AI കോഴ്സ് ഇപ്പോൾ വന്നതാണെങ്കിലും NSTI കോഴിക്കോടിന് ഇതിനപ്പുറം ഒരു ചരിത്രമുണ്ടല്ലോ അല്ലേ? 80കളിൽ തുടങ്ങിയതാണ്. ശരിയാണ്. 81-83 കാലഘട്ടത്തിൽ തുടങ്ങി 97 മുതൽ കോഴിക്കോട് ഗോവിന്ദപുരത്ത് സ്വന്തം ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വേറെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? പ്രധാനമായും 3 തരം ട്രെയിനിംഗ് ആണ്. ഒന്ന് ഈ പറഞ്ഞ CTS അതായത് ITI ലെവൽ കോഴ്സുകൾ. AI കൂടാതെ പുതിയ കാലത്തിന് പറ്റിയ സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ IoT ടെക്നീഷ്യൻ, സ്മാർട്ട് ഹെൽത്ത് കെയർ, ഡ്രോൺ ടെക്നീഷ്യൻ, അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. ഡ്രോൺ ടെക്നീഷ്യൻ, അത് കൊള്ളാമല്ലോ. കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് അതിന് സാധ്യതയുണ്ടോ? എന്താ സംശയം? കൃഷി, സർവേയിങ്, പിന്നെ നിരീക്ഷണം, ഡെലിവറി, ഇതിലൊക്കെ ഡ്രോണിന് വലിയ റോളുണ്ട്. അപ്പോൾ ലോക്കലായിട്ടും സാധ്യതയുണ്ട്. രണ്ടാമത്തെ തരം? രണ്ടാമത്തത് CITS ആണ്, ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് സ്കീം. അതായത് ITIകളിലെ ഇൻസ്ട്രക്ടർമാരെ പഠിപ്പിക്കാനുള്ള കോഴ്സുകൾ. ട്രെയിൻ ദ ട്രെയിനർ പോലെ? അതെ. അതിൽ മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC, ഇലക്ട്രീഷ്യൻ പോലുള്ള ട്രേഡുകളുണ്ട്. പിന്നെ മൂന്നാമതൊരു അഡ്വാൻസ്ഡ് ഡിപ്ലോമയുണ്ട്, IBMുമായി സഹകരിച്ച് നടത്തുന്നതാണ്. IBMുമായിട്ടോ? ഏത് വിഷയത്തിലാണ്? IT, നെറ്റ്വർക്കിംഗ് ആൻഡ് ക്ലൗഡ്. അത് 2 വർഷത്തെ കോഴ്സാണ്. ഉണ്ട്. പിന്നെ പുനരുപയോഗ ഊർജം, റെഫ്രിജറേഷൻ ആൻഡ് AC, ഇതിലൊരു സെന്റർ ഓഫ് എക്സലൻസ് ആകാനും അവർക്ക് പ്ലാനുണ്ട്. കെൽക്കോൺ, പവറോൺ സോളാർ, മൂപ്പൻസ് സോളാർ, ഈ കമ്പനികളുമായിട്ടൊക്കെ സഹകരണമുണ്ട്. എല്ലാ കോഴ്സിനും NSQF അംഗീകാരമുണ്ടെന്നും പറയുന്നു. എന്താണ് ഈ NSQF? അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗുണം? NSQF എന്ന് പറഞ്ഞാൽ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഇതൊരു ദേശീയ അംഗീകാരമാണ്. ഇത് കോഴ്സുകൾക്കൊരു സ്റ്റാൻഡേർഡ് ഉറപ്പാക്കുന്നു. അപ്പോൾ രാജ്യത്തിനകത്തും ചിലപ്പോൾ പുറത്തും ജോലി കിട്ടാനും ഉപരിപഠനത്തിനും ഇത് സഹായകമാകും. ശരി. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് അവിടെ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് യോഗ്യത, ഫീസ്, സൗകര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? യോഗ്യത മിക്കവാറും 10ാം ക്ലാസ് ആണ്. ചിലതിന് വയസ്സിൽ വ്യത്യാസമുണ്ടാവാം. ഡ്രോൺ ടെക്നീഷ്യന് 16 വയസ്സ് വേണം. CITSന് അഖിലേന്ത്യാ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, AICET. CTSന് സാധാരണ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. ഫീസിന്റെ കാര്യമോ? ഫീസ് ഘടന കോഴ്സ് അനുസരിച്ചും കാറ്റഗറി അനുസരിച്ചും മാറും. CTS 1 വർഷത്തെ കോഴ്സിന് ജനറൽ വിഭാഗത്തിന് ഏകദേശം 2350 രൂപയാണ് വാർഷിക ട്യൂഷൻ ഫീ. SC/ST വിഭാഗത്തിന് 900 രൂപയെ വരൂ. പക്ഷേ ഹോസ്റ്റൽ ഫീസ് വേറെ വരും. ഹോസ്റ്റൽ സൗകര്യമുണ്ടോ?
പെൺകുട്ടികൾക്കോ? ഉണ്ട്. നല്ല ലാബുകൾ, വർക്ക്ഷോപ്പുകളൊക്കെയുണ്ട്. HVAC ലാബ്, ഗ്രീൻ ടെക്നോളജി ലാബ്, കമ്പ്യൂട്ടർ ലാബ് ഒക്കെയുണ്ട്. ഹോസ്റ്റലുണ്ട്, പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. മെസ്സ്, ലൈബ്രറി, വൈഫൈ, സ്പോർട്സ് സൗകര്യങ്ങളുമുണ്ട്. പിന്നെ എന്തെങ്കിലും പരിമിതികളുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്യാമ്പസിനകത്ത് ബാങ്കോ ATMോ ഇല്ല. അത് പുറത്തു പോകേണ്ടി വരും. ഓക്കെ. പഠിച്ചിറങ്ങിയാൻ ജോലി സാധ്യത എങ്ങനെയാണ്? പ്ലേസ്മെന്റിന് സഹായമുണ്ടോ? 100% പ്ലേസ്മെന്റ് എന്നൊക്കെ കേട്ടു. പ്ലേസ്മെന്റ് സെല്ലുണ്ട്, അവൾ സഹായിക്കും. കെൽക്കോൺ, മൂപ്പൻ സോളാർ പോലുള്ള കമ്പനികൾ സ്ഥിരമായി വരാറുണ്ട്. ചില CTS ബാച്ചുകൾക്ക് 100% പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതെ, അതുപോലെ സ്ഥാപനത്തിന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടിയതായും കണ്ടു. അതെ, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത, കോവിഡ് സമയത്ത് കെട്ടിടങ്ങൾ കൊടുത്തതൊക്കെ ശ്രദ്ധേയമാണ്. പിന്നെ അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ ശ്രീ MP രാജന് 2019 കൗശലാചാര്യ അവാർഡ് കിട്ടിയിരുന്നു. 2021 എനേർട്ടിന്റെ പുരസ്കാരവും സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ NSTI കോഴിക്കോട് എന്നത് വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ നൽകുന്ന, കാലത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനമാണ്. AI പോലുള്ള പുതിയ കോഴ്സുകളും പരമ്പരാഗത ട്രേഡുകളും അവിടെയുണ്ട്. തീർച്ചയായും ഒരു തൊഴിലധിഷ്ഠിത പരിശീലനം വേണമെന്നാഗ്രഹിക്കുന്ന ആർക്കും, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ധൈര്യമായി പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് NSTI കോഴിക്കോട്. ശരിയാണ്. അവസാനം നിങ്ങൾ കേൾക്കുന്നവരോടായി ഒരു ചോദ്യം. ഈ സ്കിൽ ഇന്ത്യ, ഇൻഡസ്ട്രി 4.0 എന്നൊക്കെ രാജ്യം മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ സാധാരണ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇൻഡസ്ട്രിക്ക് ശരിക്കും വേണ്ട സ്കില്ലുകളും തമ്മിൽ ഒരു വിടവുണ്ടല്ലോ. ആ വിടവ് നികത്തുന്നതിൽ NSTI പോലുള്ള സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം പങ്കുവഹിക്കാൻ കഴിയും? പ്രത്യേകിച്ച് AI പോലുള്ള പുതിയ ടെക്നോളജികളെ ഇങ്ങനെ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമാക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. അടുത്ത തവണ പുതിയൊരു വിഷയം